ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുത്ത അശ്വതിയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. അശ്വതി IT പ്രൊഫഷണലാണ്, MTech ആണ് ക്വാളിഫിക്കേഷൻ. അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്രെയിനിങ്ങിന് ശേഷം എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസിങ് ഒക്കെ അറിയണ്ടേ. കൂടെയുള്ളത് അശ്വതിയുടെ ഹസ്ബൻഡ് മിഥുനാണ്. മിഥുനും IT ഫീൽഡിലാണ്, രണ്ടുപേരും എൻജിനീയേഴ്സാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അശ്വതിയുടെ എക്സ്പീരിയൻസ് എന്ന് ആദ്യം ചോദിക്കാം. അതിനുശേഷം മിഥുനോട് ഞാൻ ചോദിക്കുന്നുണ്ട് അശ്വതി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പം എന്ത് മാറ്റാനുള്ളതെന്ന്. എങ്ങനെയുണ്ട് അശ്വതി കാര്യങ്ങൾ? നല്ലതായിരുന്നു. ആക്ച്വലി ഞാനത് ഓൺലൈനിൽ സജീഷിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറെ തിയറിറ്റിക്കലായിട്ട് കാര്യങ്ങൾ അതിൽ കേട്ടിട്ടുണ്ട്. എന്റെ ബ്രദർ വഴിയാണ് ഞാൻ ഈ ഒരു ചാനലിനെ പറ്റി അറിഞ്ഞതും കണ്ടതും. അങ്ങനെ കണ്ടു, ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ക്ലാസ്സിൽ വരുമ്പോൾ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറഞ്ഞ ആളായിരുന്നു ഞാൻ. എനിക്ക് വണ്ടി റോഡിലേക്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് കൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയത് ബിൽഡ് ചെയ്യാൻ പറ്റിയത് കോൺഫിഡൻസ് ആണ് ആക്ച്വലി. സോ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ റൈറ്റ് മിററിലേക്ക് നോക്കിപ്പോവും. ഇപ്പം കൂടുതലായിട്ട് നോക്കും, അപ്പൊ ഒരു പേടി വരും. ഇന്നിപ്പം ലെഫ്റ്റ് ആണ് കാര്യമായിട്ട് നോക്കിയത്. പിന്നെ ഈ സെന്റർ, അതായത് വണ്ടി എവിടെയാണെന്നുള്ളതൊക്കെ ഇന്നാണ് ആക്ച്വലി മനസ്സിലായത്. പിന്നെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്, സ്മൂത്ത് ആവില്ലായിരുന്നു. അത് ആക്ച്വലി ഇന്നാണ് റെഡി ആയത്. അപ്പം തിയറിറ്റിക്കലായിട്ട് നമ്മൾ കാണുമെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തപ്പോഴാണ് കൂടുതലായിട്ട് ആക്ച്വലി മനസ്സിലായതും. അപ്പം നല്ല ബെനിഫിഷ്യൽ ആയിരുന്നു എനിക്ക് ഈ ക്ലാസ്. ഓക്കെ, ഇനിയിപ്പോ നല്ല തിരക്കുള്ള റോഡിലേക്ക് എടുത്ത് പോവാന്നുള്ള ധൈര്യം വന്നു. അതിന്ന് ആക്ച്വലി ചെയ്തു നോക്കി. ഇന്ന് ഒട്ടുമിക്ക ടൈപ്പ് റോഡുകളിൽ നമ്മൾ എടുത്തു അല്ലെ. നല്ല ട്രാഫിക് ജാം എടുത്തു, ചെറിയ റോഡ് എടുത്തു, പോക്കറ്റ് റോഡ് എടുത്തു, അതേപോലെ തന്നെ കയറ്റം റിവേഴ്സ് നോക്കി, സ്റ്റീപ്പായിട്ടുള്ള കയറ്റം റിവേഴ്സ്, അത്യാവശ്യം പാർക്കിംഗ്, ഇതൊക്കെ നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല? പറ്റും, തീർച്ചയായിട്ടും. പിന്നെ നോർമലി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികൾ കാണുമ്പോഴാണ്. അപ്പോൾ അത് കാണുമ്പോൾ ടെൻഷൻ ഒഴിവാക്കാനുള്ള കുറേ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് കുറേ സെറ്റിങ്സ് ഉണ്ട് വണ്ടിയിൽ. ഒരാളിരിക്കുമ്പോൾ എങ്ങനെ അത് സെറ്റ് ചെയ്യണം, അതിൻ്റെ സെറ്റിങ്സ് ഞാൻ കുറേ ഇവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവർ ഓൾറെഡി മുന്നേ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഉള്ള സെറ്റിങ്സ് അല്ല ഇപ്പോൾ, അല്ലേ? ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മാറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ സീറ്റ്. അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഓക്കെ അല്ലാന്ന്. അപ്പം ഇവർ ഇന്നത്തെ കേസിൽ പിന്നെ അതൊക്കെ മാറ്റിയതിന് ശേഷം ഭയങ്കര കംഫർട്ടായിട്ട് ഇവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം ആ ഒരു ചേഞ്ച് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ് ഡ്രൈവിങ്ങിൽ ഉണ്ടായത്. അപ്പോൾ ആദ്യം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കി എങ്ങനെയാണ് പോകുന്നതെന്ന്, പിന്നീടുള്ള ചേഞ്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നില്ലേ, അതിൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെറ്റിങ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സിലായിരിക്കും നിങ്ങൾ ഭയങ്കര കംഫർട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സ് നമ്മളിപ്പോൾ ഈ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ വണ്ടിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെ വണ്ടി എടുത്തിട്ട് വരണം ഞാൻ പറയാൻ മെയിൻ കാരണം ഇതൊന്നാണ്. ഇപ്പം ഒരു വാടകയ്ക്ക് ഒരു വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ കുറേ സെറ്റിങ്സ് ആക്കിയിട്ട് കാര്യമില്ല. ആ വണ്ടി നിങ്ങൾ അന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി. നേരെ മറിച്ച് നമ്മുടെ സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എൻ്റെ വണ്ടി ഇന്ന സെറ്റിങ്സിലാണ് ഉള്ളത്. അവർ അതേ സെറ്റിങ്സിൽ പിന്നെയും ഓടിച്ച് ലെവലാക്കും. അപ്പോൾ അതാണ് സെറ്റിങ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അശ്വതിയുടെ കേസിൽ അശ്വതി ഇപ്പോൾ ലോങ് ഡ്രൈവ് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ ഓക്കെ ആവും. അങ്ങനെ തോന്നില്ല അശ്വതി? തോന്നുന്നുണ്ട്. പിന്നെ ഹാഫ് ക്ലച്ചിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ നല്ല കയറ്റത്ത് നിന്നൊക്കെ നിർത്തിയെടുത്ത് നോക്കി. അപ്പോൾ അതിലൊക്കെ ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അശ്വതി ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ മിഥുന് എന്താ തോന്നിയെന്നൊന്ന് പറയണ്ടേ? മിഥുനായിരിക്കുമല്ലോ എപ്പോഴും കൂടെ വരും. അപ്പം ഹസ്ബൻഡിന്റെ നല്ലൊരു സപ്പോർട്ടുള്ള ആളാണ് അശ്വതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം. ഡ്രൈവിംഗ് എങ്ങനെയുണ്ടായിരുന്നു മിഥുൻ? എന്തൊക്കെ ചേഞ്ച് ഉണ്ട്? നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ നമ്മളിപ്പം കണ്ണൂർ ടൗണിലേക്ക് തന്നെ ഓടിച്ചു, പയ്യാമ്പലം ബീച്ചിലേക്ക് ഓടിച്ചു. അതൊന്നും ഒരിക്കലും ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഒരുവിധം എല്ലാ ഈ സജീഷ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏരിയയിലും ബീച്ച് സൈഡിൽ പോയി, തിരക്കേറിയ ടൗണിലേക്കൂടെ പോയി, സ്ലോപ്പിൽ കയറി, സ്ലോപ്പിൽ നിന്ന് റിവേഴ്സ് പറകോട്ട് എടുത്തു. അതൊക്കെ ഈവൻ ഹെയർപിൻ വരെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ കിട്ടി ഇപ്പൊ നമുക്ക് ഓൾറെഡി. അതെ, അതിലൊക്കെ എന്താണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലായി. അത് ചെയ്യുമ്പോഴാണല്ലോ അത് മനസ്സിലാവുക. ഓക്കെ, ഇതിന് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പിന്നെ ഇതുപോലെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. 10 മണി മുതൽ 4 മണി വരെ പറഞ്ഞത്, പക്ഷെ നമ്മളിപ്പം 5:30 വരെ 1.5 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെന്താ
പേഷ്യൻസ് ലെവൽ നല്ല പേഷ്യൻസ് ഉള്ള ആളാണ്. അതെ, അത് മസ്റ്റാണ്, അത് വേണമല്ലോ ഈ കാര്യത്തിന്. ക്ലാസ് ബുക്ക് ചെയ്യുന്ന ആളുകൾ അധികം ചോദിക്കുന്നത് ഈ ടൈം എത്ര മണി വരെ ഉണ്ടാവുമെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടൈം ഒരു വിഷയമല്ല. നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞുതരും. ഇപ്പം ഇവരോട് തന്നെ ഞാൻ പിന്നെ അശ്വതിയോട് നേരത്തെ ചോദിച്ചു ഇത്ര പോരേന്ന്. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയാം, ഞാനെല്ലാം ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്, അശ്വതി ഓക്കെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് ഇത്ര പോരെയെന്ന്. അല്ലേ അശ്വതി? അപ്പം ഇത് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അത് ഇന്ന് രാത്രി ഇനി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. കാര്യം വെച്ചാൽ നമ്മളെടുത്ത് വരുന്ന ആളുകൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, നാളെ മുതൽ ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്നവരാണ്. ഒരു ക്ലാസ് പോയി ഒരു ചടങ്ങിൻ്റെ ക്ലാസ്സേ അല്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സമയം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ, ഒക്കെ പറഞ്ഞുതരാൻ ഞാൻ റെഡിയാണ്. ഇനിയിപ്പം ഇവർ ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഇവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ജസ്റ്റ് ഇവർ ഫോൺ വിളിച്ച് പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്താണ് ഒരു പ്രോബ്ലം എന്ന്. അത് കൊടുക്കേണ്ട സൊല്യൂഷൻ നമ്മളെടുത്തുണ്ട്. അപ്പം ഇപ്പം മിഥുനത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ലേറ്റായിന്ന്. ലേറ്റ് ആവുന്ന അങ്ങനെ പ്രശ്നങ്ങളില്ല, സമയമൊന്നും ഒരു വിഷയമല്ല. ഇവർ കോൺഫിഡൻസ് ആവുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇപ്പം രണ്ടുപേരും ഹാപ്പി ആയിട്ടുണ്ട്. രാവിലെ ഇപ്പം ഇതിനാണ് ഡ്രൈവ് ചെയ്ത് വന്നത് അല്ലേ? ഇനി പോകുമ്പോൾ അശ്വതി ഡ്രൈവ് ചെയ്ത് പോട്ടെ. അശ്വതി ഡ്രൈവ് ചെയ്ത് പോട്ടെ. ഇങ്ങനെ ചെയ്താലേ ഓക്കെ ആവുള്ളൂ അശ്വതി. ഇപ്പം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല, പ്രാക്ടീസാണ്. അതെ, പിന്നെ ഇപ്പം ഇതിനെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കാര്യം എന്ന് വെച്ചാൽ പേടിക്കണ്ടല്ലോ, പേടിക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾ ഹസ്ബൻഡും വൈഫും പിന്നെ കൂടെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ടെൻഷൻ ആക്കരുത് ഹസ്ബൻഡ് വൈഫിന്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലതും ഇല്ലാണ്ടായി പോകും. ഇപ്പോൾ ബാക്കിൽ മിഥുൻ ഇരിക്കുമ്പോൾ ഇന്ന് മിഥുൻ ഭയങ്കര സൈലൻ്റായിട്ട് ഭയങ്കര പേഷ്യൻസോട് കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. മെൻ്റലി പിന്നെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. അപ്പം അതിൽ പിന്നെ മിഥുനെ ശരിക്കും സമ്മതിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല, ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്നേ എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും കൂളായിട്ട് ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ അശ്വതിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല അല്ലേ? വളരെ കൂളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ രീതിയിൽ ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കണം ഡ്രൈവിങ്ങിൽ. കൂടെ ആളുകൾ വരുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അവർ വളരെ കൂളായിട്ട് ഇരിക്കുന്ന ആളാണ്. അവർ മൈൻഡ് റെസ്റ്റ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആരെങ്കിലുമൊക്കെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇതാ മിഥുനെ പോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റണം. അത്ര ക്ഷമയൊക്കെ വേണം, എന്നാലേ പിന്നെ കൂടെ ഇരുന്നുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കിഡ്സിനെ ഒന്നും കൂട്ടിയിട്ട് നിങ്ങൾ വരാതിരിക്കുക. ഇന്നിപ്പോൾ ഇവർ രണ്ടാളാണ് നമ്മൾ വളരെ ജോളിയായിട്ട് ഇതാ രാവിലെ മുതൽ ഇപ്പോൾ വൈകിട്ട് വരെ പിന്നെ ടൈമൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഏകദേശം ഈ ക്ലാസ്സിൻ്റെ പാറ്റേണൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നു. ഒരുപാട് ഫീഡ്ബാക്ക് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വതി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. തുടക്കത്തിൽ കുറച്ച് തിയറി ക്ലാസ് 1 hour ഉണ്ടായിരുന്നു. നിങ്ങൾ കൊടുക്കുന്ന പൈസ ആ ഒരു തിയറി ക്ലാസ് കൊണ്ട് തന്നെ മുതലാവും. അതെ, അപ്പോൾ തിയറി ആദ്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ സാധാരണ ഡ്രൈവിങ്ങിന് വരുന്ന എല്ലാവർക്കും ഒരു തിയറി മുന്നേ പറഞ്ഞു കൊടുക്കും. അത് മസ്റ്റാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഓക്കെ ആയിട്ട് കാര്യമില്ല, രക്ഷപ്പെട്ട് പോയിട്ട് കാര്യമില്ല. തിയറി അറിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തുകൊണ്ടെന്ന് മനസ്സിലാവും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രൈവിങ്ങിൽ. നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും എന്നല്ല പറയാം, എന്തിന് തിരിക്കുന്നു, റീസൺ. തിരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, അത് അറിയണം. അപ്പോൾ അത് പിന്നെ ഇവർക്ക് അശ്വതിക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള കുറേ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യക്കാരെ വിളിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പഠിച്ചോളൂ. 90 days ബുക്കിംഗ്, പ്രീ ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യക്കാരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.